ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണേ. ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫ് ആണേ. കുറച്ച് ദിവസമായല്ലോ ഡേ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. അതുമാത്രമല്ല ഇന്ന് നച്ചുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് പതിവിൽ നേരത്തെ ആട്ടോ എഴുന്നേറ്റത്. കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കിച്ചണിലോട്ട് വന്നു. കിച്ചണിലുമ്മ പൊരിഞ്ഞ പണിയാണേ. തലേ ദിവസമേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഗ്രീൻ പീസ് കറിയും ദോശയാണേ. നിങ്ങളെ നാട്ടിലൊക്കെ ഗ്രീൻ പീസിന് എന്താ പേര് പറയാറ്? ഗ്രീൻ പീസ് കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലോട്ടിട്ട് അതിലോട്ട് ക്യാരറ്റ്, തക്കാളി, സവാള ഇതെല്ലാം അരിഞ്ഞതിലോട്ടിട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കും. മുക്കാൽ ഭാഗം വെന്തതിന് ശേഷം ഇതിലോട്ട് അരപ്പ് ചേർക്കുന്നത്. തലേ ദിവസമേ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ഇത് 2 ദിവസത്തെ മാവാട്ടു. അപ്പോൾ ഇത് പകുതിയാക്കി ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കും. നാളത്തേക്ക് ആവശ്യത്തിന് ദോശ ഉണ്ടാക്കി എടുക്കാമല്ലോ. പോരാത്തതിന് ഇതൊരു എളുപ്പപ്പണിയും കൂടെയാണ്. ശരാശരി മലയാളികളുടെ കിച്ചണിലെ പോലെ എൻ്റെ വീട്ടിലും രാവിലെ അപ്പം, പുട്ട്, ദോശ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാട്ടോ ഉണ്ടാക്കാറ്. സ്കൂളുള്ള ഈ 5 ദിവസവും നമ്മുടെ വീട്ടിൽ രാവിലെ ദോശ, അപ്പം, പിന്നെ ഇഡലി ഇങ്ങനെയൊക്കെയുള്ളതാണ് കൂടുതലും ഉണ്ടാക്കാറ്. പിന്നെ ശനി ഞായർ മാത്രമാണ് അല്ല ഉറട്ടി ഉണ്ടാക്കുകയോ പൂരി ഉണ്ടാക്കുകയോ പിന്നെ ചപ്പാത്തി, ഇടിയപ്പം അങ്ങനെയൊക്കെയുള്ള ഐറ്റം ഉണ്ടാക്കാറ്. നല്ല സമാധാനത്തിൽ രാവിലെ താമസിച്ച് എഴുന്നേറ്റാലും മതി, താമസിച്ചുണ്ടാക്കിയാലും മതിയല്ലോ. ചപ്പാത്തി ഉറട്ടിയൊക്കെ ശനി ഞായറേ നോക്കി വെച്ചിട്ടുള്ളൂ. ആ 2 ദിവസമാണ് ഉണ്ടാക്കാറ്. ഒത്തിരി പാടുള്ളതായതുകൊണ്ട് ഗ്രീൻ പീസ് മുക്കാൽ ഭാഗം വെന്തപ്പോൾ അതിലോട്ട് ചേർക്കാനായിട്ട് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, മഞ്ഞ, മല്ലി, പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടി അരച്ചാട്ടോ ഇതിലോട്ട് ചേർക്കാറ്. മുമ്പ് എനിക്ക് ഗ്രീൻ പീസ് കറി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെറുതെ കറിയായിട്ട് തന്നെ ഞാൻ കോരി കുടിക്കും. പിന്നെ കുറച്ച് ആഫ്രിക്കൻ മല്ലിയും കൂടെ ഇട്ട് ഒരു വിസിലടിച്ചിറക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയായി. പിന്നെ ഇനി കടുക് താളിക്കണം. രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീഡിയോ എടുക്കണമെന്ന്. രാവിലെ എണീക്കുമ്പോൾ ഇതാ കിടക്കണം. രാവിലെ ലേറ്റും ആവും, നല്ല മടിയും ആയിരിക്കും. ഉമ്മ വന്ന് വിളിക്കുമ്പോഴാട്ടോ അറിയുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ വെപ്രാളം. സ്കൂൾ ബസ് 8:20 വരും. അതിനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും കാണില്ല. പിന്നെ ഞാൻ അവനെ പെട്ടെന്ന് ഫ്രഷൊക്കെ ആക്കി ഫുഡൊക്കെ കൊടുത്തു. ബർത്ത്ഡേ ആയിട്ട് ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ മുട്ടായി കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. നച്ചു പുത്തനൊക്കെ ഇട്ട് സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഉമ്മായും അനിയത്തിയും കൂടെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അവരങ്ങോട്ട് പോയി. അങ്ങനെ എല്ലാവരും പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വീടെല്ലാം അടിച്ചു വാരി ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാണല്ലോ ഇന്ന്. അപ്പോൾ ഇന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. പൊരിച്ച ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം കഴുകി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല എന്നിവയെല്ലാം ചേർത്തു. കോൺഫ്ലോറും തൈരും ഓയിലും ഉപ്പും കൂടെ ഇട്ട് മിക്സാക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ നേരത്ത് വേറെയൊക്കെ പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഒരു ഉരുളി വെച്ച് എണ്ണ ചൂടായി വന്നപ്പം സവാള ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴന്നു വരാനായിട്ട്. സവാള പൊരിച്ചെടുത്തതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെ ചിക്കനും വറുത്തെടുക്കണം. ചിക്കൻ എല്ലാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, സ്പൈസസ്, കരിവേപ്പില, സവാള ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇടാൻ മറക്കല്ലേ. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇടുന്നുണ്ട്. അതിന് ശേഷം തക്കാളി, പിന്നെ വറുത്ത് കോരി വെച്ചിരുന്ന ഉള്ളി, പിന്നെ പുതിന, നെയ്യ്, തൈരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വറുത്ത ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതിന് ശേഷം റൈസും കൂടെ ഇടുന്നുണ്ട്. പിന്നെ റൈസിലോട്ട് മഞ്ഞയും പാലും കൂടെ ചേർത്തിട്ട് കളർ കിട്ടാൻ വേണ്ടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച്
അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ പോയി ഒരു ഗുളിയൊക്കെ പാസ്സാക്കി വന്നു. അതിനുശേഷം എന്താ ഫുഡ് എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഇതെല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വൈകിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. വൈകിട്ട് അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നു. കേക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ചായക്ക് വെച്ചു. ചായയുടെ കൂടെ പ്രത്യേകിച്ച് ഒന്നും കടിക്കാനെടുത്തില്ല. ചായ മാത്രം കുടിച്ചു. കേക്ക് തിന്ന് മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഡേ. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.